ഹേ ഗൈസ്, ഇന്ന് ഞങ്ങൾ ലൈറ്റ് കോർ ഷില്ലോങ്ങിലേക്കാണ് വന്നത്. ഇവിടെയാണ് ആസാം റൈഫിൾസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായ DGIR ഉള്ളത്. DGIR ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഇവിടെ കുറച്ച് ഷോപ്പിങ്ങിനും മ്യൂസിയവും കാണാനായിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടില്ലേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ. അതൊക്കെ ഞങ്ങൾ വാങ്ങിയത് സിറോയി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പായിട്ടുള്ള സോനു സൺസ് എന്ന് പറഞ്ഞൊരു കടയിലേക്ക് വന്നു കേട്ടോ. സ്ഥിരം ഞങ്ങൾ ലൈക്കോറിൽ വരുമ്പം ഇവിടെ കയറാറുണ്ട്. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പഞ്ചാബി ടൈപ്പ് ഡ്രസ്സസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടും. ഇവിടെ ഇപ്പോൾ കയറിയത് അമ്മയ്ക്ക് 1-2 തുണികൾ തയ്ക്കാനുണ്ടായിരുന്നു, അതിനാണേ വന്നത്. ആൻഡ് എനിക്കിവിടുന്ന് വാങ്ങിക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ മനസ്സിന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അങ്ങോട്ട് ടെംപ്റ്റേഷൻ കൂടി. ഞാനൊരു സ്വെറ്റർ വാങ്ങി കേട്ടോ, ഒരാവശ്യമില്ല, ചുമ്മാ. അങ്ങനെ അവിടുന്ന് എനിക്കും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സസ് എടുത്തിട്ട് ഞങ്ങൾ ഷിലോയിലോട്ട് പോവുകയാണ് കേട്ടോ. 2018 ഞാൻ ആദ്യമായിട്ട് ഷില്ലോങ്ങിൽ വരുന്നത്. അന്ന് അച്ഛൻ്റെ ഓഫീസും ഞങ്ങളുടെ ക്വാർട്ടേഴ്സും ഈ ലൈക്കോറിലായിരുന്നു ഉള്ളത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഹാപ്പി വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അന്നൊക്കെ കോളേജിലെ വെക്കേഷൻ ആവാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നേ. കാരണം വെക്കേഷൻ ആകുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങോട്ടായിരുന്നേ വരുന്നത്. അതുകൊണ്ട് ലൈക്കോറിലെ ക്യാമ്പിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും നൊസ്റ്റാൾജിയ അടിക്കുവേ. ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ ഇവിടുത്തെ ജവാൻ്റെ ഫാമിലീസ് താമസിക്കുന്ന ക്വാർട്ടേഴ്സാണേ. എനിക്കിത് കാണുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖർ സൽമാൻ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്, ഇവിടുത്തെ ഓരോ വീട്ടുകളും ഒരുപോലാണെന്ന്. ആൻഡ് യെസ്, ഓരോ വീട്ടിലെ ജനവാതിലിലൂടെ കാണുന്ന കാഴ്ചകൾ വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ സ്ഥലത്തെ മറ്റൊരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കാറ് ആദ്യമായിട്ട് ഓടിക്കുന്നത് ഈ ഹില്ലി ഏരിയയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷിരോയി ഷോപ്പിലെത്തിയേ. ഇവിടെ എപ്പം വന്നാലും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് ഞാൻ കാണാറുണ്ട്. ഇവിടെ ലേഡീസിനും ജെൻസിനും വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും, പിന്നെ ഡെക്കത്തലോണിലെ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട്. കാർപ്പറ്റ്സ് ഉണ്ട്, കുർത്താസ് ഉണ്ട്, സാരീസ്, ചുരിദാർ ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സാരീസും കുർത്ത കളക്ഷൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഇവിടുന്ന് ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് അമ്മയായിരുന്നു എടുത്തത്, പക്ഷെ ഞാനത് അടിച്ചു മാറ്റി. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴും ചുമ്മാ ഒന്ന് നോക്കിയതാണ്. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിതിൻ്റെ ഗ്രീൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അതുകൊണ്ടൊരു സെയിം സാരി വേണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട സാരിയാണ് ഇത്. പിന്നെ എനിക്കിത് ഈ റെഡ് സാരി, ഇതിന് 660 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നില്ല, എന്നാലും റീസണബിൾ ആണല്ലേ. എനിക്കും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സാരിയാണ് അത്. അത് കാരണം ഞാനും അമ്മയും കൂടെ ഒരു മത്സരം പോലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു റെഡ് സാരി കിട്ടി, പക്ഷേ അതിന് 990 ആയിരുന്നു, അതിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങൾ രണ്ടുപേരും എടുത്ത സാരി. ഇത് എൻ്റെ സാരിയും ഈ കാണുന്നത് അമ്മയുടെയും സാരിയാണേ. ഇത് കൂടാതെ ഞാൻ നേരത്തെ കാണിച്ച ആ യെല്ലോ സാരി എടുത്തായിരുന്നേ. ആ കളർ കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ ഗുരുവായൂർ അമ്പലത്തിൽ പോകാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ യെല്ലോ സാരി വെച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണേ. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ബ്രാസിൻ്റെയൊക്കെ ഐറ്റംസാണ്. ഗണപതിയുടെ വിഗ്രഹവും കൃഷ്ണൻ്റെ വിഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിലെ പല ഐറ്റംസും ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന സെക്ഷനിലാണ് ഞാനാ പറഞ്ഞ വെറൈറ്റി ഐറ്റംസ് പാത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരു തവയാണ്, ദോശത്തവ, കണ്ടാൽ വിശ്വസിക്കുമോ? പിന്നെ ദേ കാസറോളുണ്ട്, കാസറോളല്ല, എന്തെങ്കിലും ഇട്ട് വെക്കാനുള്ള പാത്രങ്ങൾ. പിന്നെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പകുതി ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ദേ ഇത് കുടം കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് കഴിക്കുന്ന പാത്രമാണ് കേട്ടോ. എല്ലാത്തിനും നല്ല ഭാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഷില്ലോങ്ങിലെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് ഇത്. ഇവിടെ നോർത്ത് ഈസ്റ്റുകാരിടുന്ന പല മാലകളും ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നോർത്ത് ഈസ്റ്റിൽ മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഞാനിതെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും. ഈ
സെക്ഷനിൽ വന്നിട്ട് ഫുള്ള് നോർത്ത് ഈസ്റ്റിൻ്റെ ഷോൾസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. എനിക്ക് ഷോൾസ് എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, മണിപ്പൂരുണ്ട്, മിസോറാം ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, അങ്ങനെ ഫുൾ നോർത്ത് ഈസ്റ്റിലെ സെക്ഷൻ ഇവിടെ വരുന്ന കേട്ടോ. ആസാമിലെ മേഖ്ല ചാദറും ഉണ്ട്. ഇത് നാഗാലാൻഡിൻ്റെ ഏരിയ ആണ്, നാഗാ ഷോൾസ് എന്നാണ് പറയുന്നത്. പിന്നെ നാഗാലാൻഡിൽ തന്നെ പല പല ട്രൈബ്സ് ഉണ്ട്, അപ്പം അവർക്കൊക്കെ വേറെ വേറെ ഷോൾസാണ്, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഡെക്കത്തലോണിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് ആണ് കേട്ടോ. ബൂട്ട്സ്, പിന്നെ ബാഗ്സ്, ഹൈക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ബാഗ്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ സെക്ഷനിൽ നമ്മുടെ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ്സും വാലറ്റ്സും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി വന്നപ്പോഴാണ് അമ്മ ദേ ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടത്. ഇത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അതിനെപ്പറ്റി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണേ. പിന്നെ എനിക്കിത് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് ഞാൻ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗായ്സ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.